മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. നമ്മൾ ഭയന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഭംഗിയായി നടന്നു. എല്ലാവർക്കും സന്തോഷായില്ലേ? തീർച്ചയായും ഡോക്ടർ. ഇതിനൊക്കെ ഡോക്ടറുടെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇതെന്റെ മിടുക്കൊന്നുമല്ല. ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും നിങ്ങൾക്ക് അനുകൂലമായി വന്നു, അത്രേ ഉള്ളൂ. ഹരിയെ ഞാൻ വിളിച്ചത് കുഞ്ഞിന്റെ കാര്യം പറയാനാ. 7ാം മാസത്തെ സ്കാനിങ്ങിൽ ചില കോംപ്ലിക്കേഷൻസ് കണ്ടതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞിന്റെ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് നടത്തിയിരുന്നു. എല്ലാം ഓക്കെയാണ്. കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ എന്തായിരിക്കും ഡോക്ടർ അങ്ങനൊരു സിംറ്റംസ് കണ്ടതായിട്ട് തോന്നിയത്? അറിയില്ല. എന്തായാലും ഒരു ജനറ്റിക് സ്ക്രീനിങ് കൂടി നടത്തി നോക്കാം. അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. അത് വരുമ്പോ ഹരിയെ അറിയിക്കാം. ശരി ഡോക്ടർ. ശരി. മോനെ, ഞാൻ ആരതി എടുത്തിട്ട് വരാം. ആരതി ഒഴിഞ്ഞിട്ട് കുഞ്ഞിനെയും മായി അകത്ത് കയറ്റാം. എന്താടാ ചുന്ദരി? മനോജ് വാ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നിങ്ങൾ ഡിസ്ചാർജ് ആയി പോയി എന്ന് പറഞ്ഞു. അതാ നേരെ ഇങ്ങ് വന്നേ. മായ എവിടെ? വണ്ടിക്കകത്തുണ്ട്. എവിടെ മാവക്കുട്ടി? ഇങ്ങ് തന്നെ. അയ്യോ ഇപ്പൊ വേണ്ട. മായ എന്താ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നേ? അമ്മ ആരതി ഒഴിഞ്ഞിട്ട് കേറാന്ന് പറഞ്ഞു. ഓ അങ്ങനെ. വാ. പതുക്കെ പതുക്കെ. വാ. മോളെ നോക്കട്ടെടി. അയ്യോടാ. ഇനി എല്ലാവരും അകത്തേക്ക് കയറിക്കോ. മോള് കയറ്. ഭവാനിമയും വാ. വിരുന്നുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോളാം. അതെന്റെ മോനും മരുമോളും അല്ലേ. ഭവാനിയമ്മ വാ, കുഞ്ഞിനെ കാണണ്ടേ? ആ വേണം. വാ. അച്ഛന്റെ മോളാണോ അമ്മയുടെ മോളാണോ എന്ന് നോക്കട്ടെ. ഹരിയുടെ മൂക്കാണെന്ന് തോന്നുന്നു. കണ്ണ് നിന്റെ പോലെയാ മായേ. ഈ പൊടിക്കുഞ്ഞിനെ നോക്കി ഇതൊക്കെ ഇപ്പൊ എങ്ങനെ പറയാനാ? വെറുതെ ഓരോന്നും പറയല്ലേ തന്നെ. പിന്നെ ഞാൻ പറയുന്നൊക്കെ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ വലുതാവുമ്പോ നോക്കിക്കോ. അല്ല, ഭവാനിയമ്മ കുഞ്ഞിനെ എടുക്കുന്നില്ലേ? അയ്യോ വേണ്ട, ഞാനാകെ മുഷിഞ്ഞിരിക്കുക. ആ, ഭവാനിയമ്മ അറിയില്ലേ? അറിയാം, അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനന്ന് ഭവാനിയമ്മ കാണാനിരിക്കായിരുന്നു. എന്താ കാര്യം മോനെ? അല്ല, ഞാനില്ലാത്ത സമയത്താണല്ലോ മായ ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പൊ വേണ്ട സഹായമൊക്കെ ചെയ്ത് ഓട്ടോയൊക്കെ പിടിച്ചു കൊടുത്ത ഭവാനിയമ്മയല്ലേ. അപ്പൊ ഞാനൊരു താങ്ക്സ് ഒക്കെ പറയണ്ടേ? അതെന്താ സംഭവം? അതെ, ഭവാനിയമ്മ ആ സമയത്ത് വന്നില്ലായിരുന്നേ ഞങ്ങൾ ശരിക്കും കുഴപ്പത്തിലായനെ. മായയ്ക്ക് പെട്ടെന്ന് വേദനയും തുടങ്ങി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ വെപ്രാളമായി.
ഹരിയെ വിളിച്ചിട്ടോ ഹരി ദൂരെയാന്ന് പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ അയച്ചതുപോലെയാ ഭവാനിയമ്മ വന്നതും ഓടിപ്പോയി വിളിച്ചൊരു ഓട്ടോക്കാരൻ വന്നതുമല്ല. ഇതൊക്കെ നമ്മൾ മനുഷ്യര് പരസ്പരം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അതെ, ആ ഓട്ടോക്കാരൻ പയ്യൻ അന്ന് എന്റെ കയ്യിൽ നിന്ന് പൈസ പോലും വാങ്ങാതെ പോയി കളഞ്ഞു. ആണോ? ഉം. അവൻ അവിടെ ഓട്ടോ കേടായെന്നും പറഞ്ഞ് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വന്നതാ. എല്ലാം ഓരോ നിമിത്തം എന്നല്ലാതെ എന്തു പറയാനാ? ഈശ്വരന് ഓരോന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് കണക്കുകൂട്ടി വെച്ചിട്ടും ഒരു കാര്യവുമില്ല. എല്ലാം അതാതിന്റെ സമയത്ത് ഭഗവാൻ തീരുമാനിച്ചതുപോലെ കൃത്യമായിട്ട് തന്നെ നടക്കും. അതുകൊണ്ടാ ഞാൻ എല്ലാ കാര്യങ്ങളും ജ്യോത്സ്യന്മാരെ കണ്ട് ഈശ്വരന്റെ ഇഷ്ടം ചോദിച്ചറിയുന്നത്. ഇപ്പൊ മനസ്സിലായോ മനോജേട്ടന്? പ്രസവരക്ഷ ചെയ്യാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒക്കെ അമ്മയ്ക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്നാലും അമ്മയെ കൊണ്ട് എല്ലാം കൂടി ചെയ്യാൻ സാധിക്കില്ല. സഹായത്തിന് വേറൊരാളെ കൂടി വെക്കണം. അതൊന്നും ഓർത്ത് ഹരിമോൻ വിഷമിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. അതെ, അങ്ങാടി കടയിൽ നിന്ന് എല്ലാം വാങ്ങിച്ചോണ്ടെങ്കിൽ എത്തിച്ചാ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അതെ, വേദിട്ട് കുളിയൊക്കെ നാളെ തുടങ്ങാം. ഓ ഓ ഓ അയ്യോ, അവക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞിന് വേണ്ടി പാല് കൊടുക്കുമായേ. മാമായെ. ആ എന്നാലേ ഞാനും ഇറങ്ങുക, നാളെ വരാം. ആ ഞാൻ ചായ എടുക്കാം മോനെ. ശരി അമ്മേ. ഹരിക്കിപ്പോ ലീവ് കുറെ ആയല്ലേ? അതെ, ഉടനെ പോയി തുടങ്ങണം. പറ്റുമെങ്കിൽ നാളെ തന്നെ. വണ്ടി സാധനങ്ങളൊക്കെ ഇറക്കിയായിരുന്നോ? ഇല്ല. എന്നാ വാ, നമുക്ക് ഇറക്കാം. ആ. ഗുഡ് മോർണിംഗ് സർ. ഹരി കം ഇരിക്കെ. സർ, വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞു. മോളാണ്. ആഹാ, കൺഗ്രാറ്റ്സ് ഹരി. താങ്ക് യു സർ. ഇരിക്കെ. ഞാൻ മെസ്സേജ് കണ്ടിരുന്നു. തിരക്കിനിടയിൽ വിളിക്കാൻ കഴിഞ്ഞില്ല. അത് കുഴപ്പമില്ല സർ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സർ? ഹരിക്ക് ഒരു പ്രൊമോഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൺഗ്രാറ്റ്സ് കൂടി ചേർത്ത് ഒരു ഡബിൾ കൺഗ്രാറ്റ്സ്. സന്തോഷമുള്ള കാര്യമാണല്ലോ കേട്ടത്. അപ്പോ സാലറിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ സർ? അങ്ങനെ കാര്യമായി സാലറി കൂട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ ഇൻസെന്റീവ് കൂടുതൽ കിട്ടും. ഹരി ഒരു ഡിസ്ട്രിക്റ്റിന്റെ സെയിൽസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ലീഡർ ആവുകയാണ്. ഹരിയെ കൂടാതെ 4 പേരടങ്ങുന്ന ഒരു ടീമിനെ കൂടെ തരും. അവരെ മോണിറ്റർ ചെയ്യുന്നതിനൊപ്പം ഹരിയുടെ ടാർഗറ്റും തീർക്കണം. ഹരിയുടെ ടീം ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അതിന്റെ പെർസെൻറ്റേജും ഹരിക്ക് കിട്ടും. സൂപ്പർ പാക്കേജ് അല്ലേ? കൊള്ളാം സർ. എനിക്ക് ശമ്പളം ഇല്ലാതെ കുറച്ചധികം ജോലി കൂടിയായി അല്ലേ? അങ്ങനെ ചിന്തിക്കരുത് ഹരി. എല്ലാത്തിനെയും പോസിറ്റീവായി കാണണം. ഇതിപ്പോ ഹരിക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള അവസരമാണ് മുന്നിൽ തുറന്നു കിട്ടിയിരിക്കുന്നത്. അത് മാക്സിമം ഉപയോഗിക്കുക. കമ്പനി വളരട്ടെ, ഒപ്പം ഹരിയും വളരട്ടെ. ശരി സർ. പിന്നെ ഹരി, ഇനി അധികം ലീവുകളൊന്നും എടുക്കില്ലല്ലോ അല്ലേ? ഇല്ല സർ. ദെൻ നോ പ്രോബ്ലം. എൻജോയ് മാൻ. ശരി സർ. എന്തെടാ അമ്മയുടെ മോള് ചിരിച്ചേ ചിരിച്ചേ, ചുഞ്ചിരി പെണ്ണ് ചിരിച്ചേ, ചിരിച്ചടാ അമ്മയുടെ പെണ്ണ് ചിരിച്ചേ. ഇവിടെ ഇവിടെ. അമ്മയും മോളും കൂടി കൊഞ്ചി കൊഞ്ചി ഇരിക്കുകയാണോ? അതേല്ലോ, ഞങ്ങളുടെ കൂടെ കൂടാൻ അച്ഛനും വായോന്ന് ബാവ പറയുന്നുണ്ട്. ശരിയാ, മോളെങ്ങനെ പറയും. ഈ ജോലി തിരക്ക് കാരണം കുഞ്ഞിന്റെ അടുത്തിരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നേയില്ല. അത് സാരമില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഹരിയേട്ടൻ എത്ര നാള് ജോലിക്ക് പോകാതിരുന്നു. ഇനി ലീവ് എടുത്താൽ അത് ശരിയാവില്ലല്ലോ. അതാണ്. ഇപ്പൊ പ്രൊമോഷനും കൂടി കിട്ടിയതുകൊണ്ട് നല്ല തിരക്കാ. അപ്പോ നാളെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനോ? അത് താനും അമ്മയും കൂടി പോയാ മതി. ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ പോയാലൊന്നും ശരിയാവില്ല. അവിടുത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഹരിയേട്ടൻ വന്നാ പെട്ടെന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റും. താൻ തന്നെയല്ലേ ഇപ്പൊ ലീവിന്റെ കാര്യം പറഞ്ഞത്? ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞത് താൻ മറന്നോ?
അയ്യോ ലീവ് ഒന്നും എടുക്കണ്ട. അവിടം വരെ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോയിക്കോ. ഞാനൊരു ഓട്ടോ വിളിച്ച് തിരിച്ചു വന്നോളാം. കുഞ്ഞിനെയും കൊണ്ട് അതൊക്കെ പാടില്ലേ മായേ? ഭർത്താവിന് സമയം ഇല്ലെങ്കിൽ ഞങ്ങൾ അമ്മയും മോളും അത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ ഇപ്പൊ രണ്ടുപേരും ത്യാഗം ചെയ്യണ്ട. ഞാൻ വരാം. അപ്പൊ ലീവോ? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ഹരിയേട്ടൻ പോയി കഴിച്ചിട്ട് വാ. അമ്മ അവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. താൻ കഴിച്ചോ? മരുന്ന് കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചു. ഹരിയേട്ടൻ കഴിച്ചിട്ട് വാ. ഉം. ഓ ഓ ഓ അച്ഛേ, മാമ ഉണ്ടിട്ട് വരൂ കേട്ടോ. ചാച്ചിക്കോ. ആ ഓക്കെ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞതിന് ശേഷം കൊടുത്താൽ മതി. മേ കം ഇൻ ഓക്കെ. ഡോക്ടർ? ആ ഞാൻ വിളിച്ചോളാം. ആ വരൂ വരൂ, ഇരിക്കൂ ഇരിക്കൂ ഹരി. വൈഫ് കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിരിക്കുക. ആ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞു. അതെ അതെ, ഹരിയോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു, അതാ വിളിപ്പിച്ചേ. കുഞ്ഞിന്റെ ജനറ്റിക് സ്ക്രീനിങ് നടത്തിയതിന്റെ റിപ്പോർട്ട് പീഡിയാട്രീഷ്യൻ എനിക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വിശദമായിട്ട് നോക്കി. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കരുതൽ വേണം. ഡോക്ടർ, ഭാവിയില് കുഴപ്പങ്ങളുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ? കുഞ്ഞിന്റെ ജനിതകമായ പ്രത്യേകതകൾ കൊണ്ട് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഈ ജനറ്റിക് സ്ക്രീനിങ് നടത്തിയപ്പോഴാണോ മനസ്സിലായത്? അതെ. എങ്കിൽ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുത്താൽ പോരെ? ഇപ്പോ ഡോക്ടർ പറഞ്ഞ അസുഖങ്ങൾ വരാതിരിക്കാൻ മെഡിസിൻസ് എന്തെങ്കിലും? ഇല്ല ഹരി, തൽക്കാലം അങ്ങനൊരു മരുന്ന് നമ്മുടെ കയ്യിലില്ല. അപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? മോൾക്ക് ഇങ്ങനെ അസുഖം വരുമെന്ന് കരുതി ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കണോ? ഹരിയുടെ പെയിൻ എനിക്ക് മനസ്സിലാവും. ബട്ട് തൽക്കാലം നമ്മുടെ കയ്യിൽ സൊല്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ ഇത് അത്ര പെട്ടെന്ന് വരുന്ന ഒരു അസുഖമൊന്നുമല്ല. കുഞ്ഞ് വലുതായി കുറെ കഴിഞ്ഞ് സംഭവിക്കാനാണ് സാധ്യത. മെഡിക്കൽ സയൻസ് ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇത്. അതുകൊണ്ട് നമുക്കിപ്പോഴും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹരിയുടെ കുട്ടി വളർന്ന് നമ്മൾ ഭയക്കുന്ന പോലൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ആ സമയത്ത് മരുന്നുകൾ ഉണ്ടാവുമായിരിക്കും. എന്നാലും അതൊക്കെ ഒരു പ്രതീക്ഷ മാത്രമല്ല ഡോക്ടർ. നിങ്ങൾ ഭർത്താവിനെ ഭാര്യയും ഒരുമിച്ചിരുത്തി ഈ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ മായയുടെ കേസ് ഷീറ്റ് നോക്കി ഗൈനക്കോളജിയിലെ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാ ഡെലിവറിയിലെ കോംപ്ലിക്കേഷൻസ് അടക്കം ഹിസ്റ്ററി എല്ലാം മനസ്സിലാക്കിയത്. പിന്നെ ഇക്കാര്യം ഹരിയെ അറിയിച്ചിട്ട് ഹരി വഴി വൈഫിനോട് പറയുന്നതാ നല്ലതെന്ന് തോന്നി. ഞാനിതെങ്ങനെ മായയെ അറിയിക്കും? അവളിതെങ്ങനെ സഹിക്കും? ഒരുപാട് കാത്തിരുന്ന ഒരു കുഞ്ഞിനെ കിട്ടിയത്. സ്വന്തം ജീവനേക്കാൾ വലുത് കുഞ്ഞാണെന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത ഡെലിവറി വരെ നടന്നത്. വേണ്ട ഡോക്ടർ, ഇക്കാര്യം മായ അറിയണ്ട. ഇത് ഞാൻ മാത്രം അറിയുന്ന ഒരു രഹസ്യമായിട്ടിരുന്നോട്ടെ. ഹരിയേട്ടാ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം. കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്തായിരുന്നു. ഹരിയേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞായിരുന്നു. മോളുടെ വെയിറ്റ് ചെക്ക് ചെയ്തില്ലേ? ആ ചെയ്തു. ദാ മോൾക്ക് കുഴപ്പമൊന്നുമില്ല, മിടുക്കിയായിട്ടിരിക്കുന്നു. കുഞ്ഞിനെന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണം. നാട്ടുവൈദ്യവും അങ്ങാടി മരുന്നൊന്നും കൊടുത്തേക്കരുത്. ഇല്ല, കൊണ്ടുവന്നോളാം. എന്നാ ഇറങ്ങിക്കോളൂ. ശരി ഡോക്ടർ. ഡോക്ടർ എന്തിനാ വിളിപ്പിച്ചേ? ജനറ്റിക് സ്ക്രീനിങ് നടത്തിയതിന്റെ റിസൾട്ട് പറയാൻ. അതൊക്കെ ഈ ഡോക്ടറാണോ നോക്കിയത്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, കുഴപ്പമൊന്നുമില്ല. ആ മോക്ക് എന്തുപേരെ ഇടുന്നെന്ന് തീരുമാനിച്ചോ? കുറെ പേരുകൾ പറഞ്ഞു നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല.
ഇനി അമ്മ ഒരു പേര് പറ. എന്റെ അമ്മയുടെ പേരുണ്ട്, ദേവയാനി. നല്ല പേരല്ലേ? നല്ല പേരാ. പക്ഷേ ഇത്രയും വലിയ പേര് വേണ്ട. എന്റെ പേര് മായ, ഹരിയേട്ടൻ ഹരി. രണ്ടും രണ്ടക്ഷരമല്ലേ ഉള്ളൂ. അതുപോലെ ചെറിയൊരു പേര് മതി. വിളിക്കാനും മറ്റുള്ളവർക്ക് ഓർത്തിരിക്കാനും ഒക്കെ അതാ നല്ലത്. എന്നാ അങ്ങനെയാവാം. നോക്കിക്കോ, നമ്മൾ ഇടുന്ന പേര് ഈ ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ നമ്മുടെ മോള് പ്രശസ്തിയാവണം. അത്രയൊക്കെ വേണോ? നമ്മൾ എന്തിനാ ഹരിയേട്ടാ ആഗ്രഹിക്കുമ്പോ പിശുക്കുന്നേ? നമുക്ക് എക്സ്ട്രീം ലെവലിൽ ആഗ്രഹിച്ചൂടെ? അച്ഛനമ്മമാര് പെൺമക്കളെ കെട്ടിപ്പൂട്ടി വെച്ച് വളർത്തിയ അവരുടെ കഴിവുകളെല്ലാം നശിച്ചു പോവും. ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അത് പ്രോത്സാഹിപ്പിച്ച അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാവും. നിനക്കങ്ങനെ അവസരം കിട്ടിയില്ലെന്നാണോ പറയുന്നത്? അയ്യോ, അങ്ങനെയൊന്നല്ല. നമ്മുടെ സാഹചര്യം അതിന് പറ്റിയതല്ലായിരുന്നല്ലോ അമ്മേ. അതുകൊണ്ട് എന്റെ കാര്യത്തില് എനിക്ക് അത്രയും ചിന്തയൊന്നുമില്ല. പക്ഷെ എന്റെ മോളെ എനിക്ക് നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുഞ്ഞിന്റെ ജനറ്റിക് സ്ക്രീനിങ് നടത്തിയതിന്റെ റിപ്പോർട്ട് പീഡിയാട്രീഷ്യൻ എനിക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് വിശദമായിട്ട് നോക്കി. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞിന്റെ ജനിതകമായ പ്രത്യേകതകൾ കൊണ്ട് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ചില മെഡിക്കൽ കണ്ടീഷൻസ് ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കരുതൽ വേണം. ഏറ്റവും നല്ല സ്കൂൾ കണ്ടുപിടിച്ച് അവിടെ ചേർത്ത് പഠിപ്പിക്കണം. പിന്നെ മോക്ക് പാട്ടോ ഡാൻസോ ഡ്രോയിങ്ങോ എന്തിനാണോ താല്പര്യം അതൊക്കെ പഠിപ്പിക്കണം. അവക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഒരു കൂട്ടുകാരിയെ പോലെ അവളുടെ കൂടെ നടക്കണം. അങ്ങനെ അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ട്. അല്ല, അപ്പൊ നമ്മൾ എന്ത് പേരാ ഹരിയേട്ടാ ഇടുന്നേ? അത് പിന്നെ ഹരിയേട്ടന്റെ കണ്ണിൽ എന്തു പറ്റി? കണ്ണിൽ എന്തോ പൊടി പോയെന്ന് തോന്നുന്നു. കണ്ണ് തിരുമ്മിയിട്ട് കാര്യമുണ്ടോ? പൊടി പോയിട്ടുണ്ടെങ്കിൽ പോയി മുഖം കഴുകുക ഹരിയേട്ടാ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ ശരിയായി. ഓക്കേ. എന്നാലേ മോക്ക് നല്ലൊരു പേര് പറ. ഞാൻ പറയാം. നീ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പേരല്ലേ വേണ്ടത്? മീര. മീര? ആ, കൊള്ളാം. എന്റെ പേരും ഹരിയേട്ടന്റെ പേരും മീരയിലുണ്ട്. ഹരിയേട്ടന് ഇഷ്ടപ്പെട്ടോ? മീര എനിക്കിഷ്ടായി. വലിയ ശ്രീകൃഷ്ണ ഭക്തിയായിരുന്നു മീര. മീരാഭായ്. ആ പേരിൽ നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ്. അമ്മ കൃഷ്ണഭക്തി ആയതുകൊണ്ട് നമ്മുടെ മീരയെ അങ്ങനെ തന്നെ ആയിരിക്കും. ആവട്ടെ, നല്ലതല്ലേ? നമ്മുടെ കുടുംബ പരദേവതയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. വളരെ കുറച്ച് തറവാടുകളിലല്ലേ അങ്ങനെയുള്ളൂ. ഭഗവാന്റെ ഭക്തയായി ജീവിക്കാൻ പറ്റുന്നത് തന്നെ ഒരു പുണ്യമല്ലേ? അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ മുഖ ചേരുന്ന പേര് തന്നെയാ മീര. റൈറ്റ് എടുത്ത് നേരെ ഇങ്ങ് വന്നാൽ മതി. ഞാൻ കാറിലുണ്ട്. ആ ശരി. പെട്ടെന്ന് എത്തിയല്ലോ. ഇത്ര അടുത്തുനിന്നായിരുന്നു വിളിച്ചേ? അതെ, ആ ടീ റോഡിന്റെ അവിടെ എത്തിയപ്പോ ഒരു സംശയം, അതാ വിളിച്ചത്. ഹരി എന്താ കാണണോന്ന് പറഞ്ഞു? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ, വരുന്ന 18-ാം തീയതി മോൾക്ക് പേരിടിയിൽ ചടങ്ങ് നടത്തണം. ആ അതാണോ? അത് പറയാനൊന്നും ഫോൺ ചെയ്യേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല, ചടങ്ങിന് ക്ഷണിക്കാൻ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ധന്യയും മക്കളെ എല്ലാം ക്ഷണിക്കണ്ടേ? അപ്പൊ കാര്യമായിട്ട് വേറെന്തോ പറയാനുണ്ടല്ലോ? ഉണ്ട്. സംഗതി അല്പം ഗൗരവമുള്ളതാ. എന്താ ഹരി? കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോഴാ
ജനറ്റിക് സ്ക്രീനിങ് കൊടുത്തതിന്റെ റിസൾട്ട് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഒരു കരുതൽ വേണം. ഞാൻ മായയെ ഒന്നും അറിയിച്ചിട്ടില്ല. വേണ്ട, മായയെ അറിയണ്ട. അവൾക്ക് താങ്ങാൻ പറ്റില്ല. ഒരുപാട് വർഷം കാത്തിരുന്ന ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായത്. അവളെ കൈ കിട്ടും വരെ ശ്വാസം അടക്കി പിടിച്ചാണ് ഞങ്ങൾ ജീവിച്ചത്. ഓരോ ദിവസവും ടെൻഷനായിരുന്നു. ആ ടെൻഷനെല്ലാം മാറിയത് മോളുടെ മുഖം ആദ്യമായി കണ്ടപ്പോഴാ. ആ സന്തോഷം അധികം നീണ്ടു നിൽക്കാൻ സമ്മതിക്കാതെയാ ഇപ്പൊ ഇങ്ങനൊരു കാര്യം വന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഹരി, വിഷമിക്കാതെ. നമുക്ക് മോളെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചാലോ? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. മോൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇല്ലാത്ത അസുഖത്തിന് മരുന്ന് കൊടുക്കാനും പറ്റില്ല. ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഡോക്ടേഴ്സ് എന്തിനാ ഭാവിയിലെ കാര്യം പറയുന്നത്? അതിനോട് ജ്യോത്സ്യന്മാരില്ലേ? ഹരി, അതൊക്കെ അവർ വെറുതെ പറയുന്നതാ. അല്ല, അവർ ഈ ടെസ്റ്റുകളൊക്കെ നടത്തി അസുഖം വരാനുള്ള ചാൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ടാ പറയുന്നത്. ഹരി, നിങ്ങൾ ഈ ലോകം മുഴുവൻ നടന്ന് ചികിത്സ ചെയ്തിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ലല്ലോ. ഒടുവിൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചു. ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയാ കുഞ്ഞിനെ കിട്ടിയത്. അപ്പോഴും പ്രസവത്തിന് ജ്യോത്സ്യന്മാരും ഡോക്ടർമാരും പല കോംപ്ലിക്കേഷൻസും പറഞ്ഞു. അതും ഈശ്വരാനുഗ്രഹത്തോടെ ഭംഗിയായി നടന്നില്ലേ? ഹരി, അവള് ഭഗവാന്റെ സംരക്ഷണത്തിൽ പിറന്നവളാ. അവളെ ഭഗവാൻ നോക്കോളൂ. ഹരി, ധൈര്യമായിട്ടിരിക്കേ. മോൾക്കൊന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. പിന്നെ ഇതൊന്നും ധന്യയോട് പറയണ്ട. ധന്യ അറിഞ്ഞാ ഓർക്കാതെ എപ്പോഴെങ്കിലും ആയോട് പറഞ്ഞാലോ? പറയില്ല. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരാം. ശരി. എനിക്ക് സ്കൂളിൽ പോയി കുട്ടികളെ വിളിക്കണം. അതെന്താ, സ്കൂൾ ബസ്സില്ലേ? ഇന്ന് സ്കൂളിൽ എന്തോ പരിപാടി ഉള്ളതുകൊണ്ട് ബസ് ലേറ്റാ. പിള്ളേരെ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നിട്ടൊരു ഫംഗ്ഷനുണ്ട്. പിള്ളേരെ കൂട്ടാതെ പോയാൽ ഭൂകമ്പം ഉണ്ടാവും. ചിരിക്കണ്ട. മോള് വലുതായി സ്കൂളിൽ പോകാറാകട്ടെ, അപ്പോൾ അറിയാം. മീരേ